നമസ്കാരം. ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും അവിശ്വസനീയവുമായ അധ്യായമാണ് വോയേജർ 1 ദൗത്യം. ഏകദേശം അരനൂറ്റാണ്ട് കാലമായി സൗരയൂഥത്തിന്റെ അതിരുകൾ ഭേദിച്ച് നക്ഷത്രാനന്തര ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേടകം മാനവരാശിയുടെ ശാസ്ത്രീയ ജിജ്ഞാസയുടെ ഏറ്റവും വലിയ അടയാളമാണ്. 1977 വിക്ഷേപിക്കപ്പെട്ട വോയേജർ 1 ഭൂമിയിൽ നിന്ന് 15 ബില്യൺ മൈലുകൾക്കപ്പുറം സഞ്ചരിക്കുമ്പോൾ പോലും നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും വിജയമാണ്. എന്നാൽ 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഈ യാത്ര ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഊർജ്ജ ലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വോയേജർ 1ലെ ലോ എനർജി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന ഉപകരണം പ്രവർത്തനരഹിതമാക്കുവാൻ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ എഞ്ചിനീയർമാർ നിർബന്ധിതരായിരിക്കുന്നു. ദൗത്യം കൂടുതൽ കാലം മുന്നോട്ട് പോകുന്നതിനായി അനിവാര്യമായ ഒരു ത്യാഗമായിട്ടാണ് ഈ നടപടിയെ ശാസ്ത്രലോകം കാണുന്നത്. LECP എന്ന ഉപകരണം വോയേജർ 1ന്റെ യാത്രയിൽ നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട്. വിക്ഷേപണ സമയം മുതൽ ഇന്ന് വരെ ഏകദേശം 49 വർഷത്തോളമായി ഇത് പ്രവർത്തനക്ഷമമായിരുന്നു. സൗരയൂഥത്തിൽ നിന്നും ഗാലക്സിയിൽ നിന്നും വരുന്ന അയോണുകൾ, ഇലക്ട്രോണുകൾ, കോസ്മിക് കിരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലയേറിയ വിവരങ്ങൾ ഈ ഉപകരണം ശാസ്ത്രജ്ഞർക്ക് നൽകി. ഹീലിയോസ്ഫിയറിന് പുറത്തുള്ള ബഹിരാകാശത്തിന്റെ ഘടന, മർദ്ദ വ്യത്യാസങ്ങൾ, കണികകളുടെ സാന്ദ്രത തുടങ്ങിയവയെക്കുറിച്ചുള്ള സുപ്രധാനമായ കണ്ടെത്തലുകൾക്ക് വഴി തുറന്നത് ഈ ഉപകരണമാണ്. ഇത്തരം വിവരങ്ങൾ നൽകുവാൻ കഴിയുന്ന ഏക പേടകങ്ങൾ വോയേജർ ഇരട്ടകളാണ്. അതിനാൽ തന്നെ ഈ ഉപകരണം നിർത്തിവെക്കുക എന്നത് ശാസ്ത്രീയമായ ഒരു നഷ്ടം തന്നെയാണ്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ വളരെ ഗൗരവകരമായ സാങ്കേതിക കാരണങ്ങളുണ്ട്. വോയേജർ പേടകങ്ങൾ പ്രവർത്തിക്കുന്നത് റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. പ്ലൂട്ടോണിയത്തിന്റെ റേഡിയോ ആക്റ്റീവ് വിഘടനം വഴി ലഭിക്കുന്ന ചൂടിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഈ സംവിധാനത്തിന് കാലപ്പഴക്കം ഒരു വലിയ ഭീഷണിയാണ്. ഓരോ വർഷവും പേടകത്തിന് ലഭ്യമായ ഊർജ്ജത്തിൽ 4 വാട്ട് വീതം കുറയുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ പേടകത്തിന്റെ ഊർജ്ജനില വളരെ പരിമിതമാണ്. ഫ്യുവൽ ലൈനുകൾ തണുത്തു ഉറയാതിരിക്കാൻ ഹീറ്ററുകൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഊർജ്ജം സംരക്ഷിക്കുവാൻ ചില ഉപകരണങ്ങൾ നിർത്തിവെക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഫെബ്രുവരി 27 നടന്ന ഒരു റോളുമാൻവർ പരിശീലനത്തിനിടെ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഊർജ്ജം കുറഞ്ഞത് ഈ പ്രതിസന്ധിയെ രൂക്ഷമാക്കി. പേടകത്തിന്റെ അണ്ടർ വോൾട്ടേജ് ഫോൾട്ട് പ്രൊട്ടക്ഷൻ സംവിധാനം സജീവമായാൽ ദൗത്യം തന്നെ അപകടത്തിലാകും. ഈ തിരിച്ചറിവാണ് നാസ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ. ഏതെങ്കിലും ഒരു നിമിഷത്തിലെടുത്ത തീരുമാനമല്ല ഇതെന്നത് ശ്രദ്ധേയമാണ്. ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഏതെല്ലാം ഉപകരണങ്ങൾ ഏത് ക്രമത്തിൽ നിർത്തണം എന്നത് വോയേജർ ശാസ്ത്ര എഞ്ചിനീയറിംഗ് സംഘം വർഷങ്ങൾക്ക് മുൻപേ ആസൂത്രണം ചെയ്തിരുന്നു. വോയേജർ 1ലെ 10 ഉപകരണങ്ങളിൽ 7 എണ്ണവും ഇതിനകം തന്നെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. വോയേജർ 2ലും സമാനമായ രീതിയിൽ LECP കഴിഞ്ഞ വർഷം നിർത്തലാക്കിയിരുന്നു. പ്ലാസ്മ വേവ്സ്, മാഗ്നറ്റിക് ഫീൽഡ് എന്നിവ അളക്കുന്ന 2 ഉപകരണങ്ങൾ ഇപ്പോഴും വോയേജർ 1ൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ നൽകുന്ന ഡാറ്റ മനുഷ്യൻ ഇതുവരെ എത്തിപ്പെടാത്ത മേഖലകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. പ്രതീക്ഷയുടെ പുതിയ വാതിലുകൾ അടയുന്നില്ല എന്ന് നാസ വ്യക്തമാക്കുന്നുണ്ട്. ബിഗ് ബാങ് എന്നൊരു പദ്ധതി വോയേജർ സംഘം വിഭാവനം ചെയ്യുന്നുണ്ട്. ഊർജ്ജം ലാഭിക്കുന്നതിനായി പേടകത്തിലെ ഊർജ്ജ ഉപഭോഗ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഈ പദ്ധതി. മെയ് ജൂൺ മാസങ്ങളിലായി വോയേജർ 2ൽ ഈ പരീക്ഷണം നടത്താനാണ് തീരുമാനം. ഇത് വിജയിക്കുകയാണെങ്കിൽ വോയേജർ 1ലും സമാനമായ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ നിർത്തിവെച്ച LECP ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഭാവിയിൽ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷ ശാസ്ത്രലോകം പങ്കുവയ്ക്കുന്നുണ്ട്. അവസാനമായി വോയേജർ 1 വെറും ഒരു യന്ത്രമല്ല, മറിച്ച് മാനവരാശിയുടെ അറിവിനായുള്ള ദാഹത്തിന്റെ പ്രതീകമാണ്. ഓരോ ഉപകരണത്തിന്റെ പ്രവർത്തനം നിർത്തലാക്കുമ്പോൾ അത് വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും ദൗത്യം കഴിയുന്നത്ര കാലം നിലനിർത്തുവാൻ നാസ എടുക്കുന്ന ഓരോ തീരുമാനവും അതിപ്രധാനമാണ്. അനന്തമായ ശൂന്യതയിൽ അജ്ഞാതമായ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ഈ കൊച്ചു പേടകം ഊർജ്ജക്ഷയത്തിന്റെ നടുവിലും ഇന്നും നമ്മൾക്ക് നൽകുന്ന വിവരങ്ങൾ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി തുടരുന്നു. മനുഷ്യന്റെ അതിജീവനത്തിന്റെയും പര്യവേക്ഷണത്തിന്റെയും അസാധാരണമായ ആത്മവിശ്വാസമാണ് ഈ ദൗത്യം ഓരോ നിമിഷവും വിളിച്ചോതുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.